ഹലോ. അങ്ങനെ വലിയേട്ടനെയും മുത്തുമണീനെയും കുഞ്ഞേട്ടനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ കാത്തിരുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു വലിയേട്ടനെയും കൊണ്ട് വൈദ്യനെ കാണാൻ പോയിരുന്നു. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയോളം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് വൈദ്യനെ കാണാൻ പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിക്കണം. അതിനുശേഷം സ്കൂളിൽ പോകാറായോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ വലിയേട്ടൻ്റെ മുഖം ഇങ്ങനെയാണ്. ആൾക്ക് ചെറിയ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്നാൽ കൂടെ ഇങ്ങനെ ചോദിക്കും, ഒത്തിരി അറിയാൻ പറ്റുമോ, ഒത്തിരി പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്കിൽ അതങ്ങ് ഉൾക്കൊള്ളുന്നുണ്ട് ആൾ. എന്താണേലും ആൾക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടല്ല, ഒരു ദിവസം മുഴുവനും നല്ല ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നീർക്കെട്ടാണോ എന്ന് ഓർത്തിട്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങനെ അതങ്ങ് മാറി. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. കൊച്ചിന് അലർജിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരമാണ് വൈദ്യനെ കാണാൻ മുന്നായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതാ വലിയേട്ടനും കുഞ്ഞേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് വലിയേട്ടൻ്റെ മുഖത്ത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ പറ്റുമോ എന്നറിയാലോ. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആളിങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പെരുമ്പാവൂർ വഴിയാണ് പോണത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു വൈദ്യൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു. അതുപോലെ തന്നെ വലിയേട്ടൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിന് ഇങ്ങനെ കൈക്ക് പൊള്ളലുണ്ടായിട്ട് അതും അവിടെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് നല്ല അനുഭവം ഉണ്ടായിരുന്നു. വൈദ്യൻ്റെ അടുത്താണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യം ഫസ്റ്റ് എയ്ഡ് എടുത്തതൊക്കെ നമ്മുടെ സാഞ്ചോ ഹോസ്പിറ്റൽ പെരുമ്പാവൂരാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ. ചെന്ന് നമ്മൾ ഇവിടുന്ന് പൊള്ളിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ തന്നെ ആളുടെ ആ പുകച്ചിലും നീറ്റലും എല്ലാം മാറിയിരുന്നു. നല്ലൊരു കൂളിങ് തോന്നിയിരുന്നു ആൾക്ക്. അതുവരെ ഭയങ്കര പുകച്ചിലും, നാം പറയേണ്ട കാര്യമില്ലല്ലോ പൊള്ളിക്കഴിഞ്ഞാലത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ഭയങ്കര പുകച്ചിലും നീറ്റലും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അത്ര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിന്. അപ്പോൾ അതെല്ലാം ആ ഫസ്റ്റ് എയ്ഡ് ചെയ്തപ്പോൾ തന്നെ മാറി. പിന്നെ നമ്മൾ കൊണ്ടുപോയത് അങ്കമാലിയിലാണ് കണ്ണിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രാത്രി തന്നെ എല്ലാ ഞായറാഴ്ച വൈകുന്നേരം 7-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5:30-ക്കാണ് സംഭവം നടന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ 2 ഹോസ്പിറ്റലും കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയോട് കൂടിയിട്ടാണ് കോലഞ്ചേരിയിൽ പിന്നെ ചെല്ലുന്നത്. അങ്ങനെ കോലഞ്ചേരിയിൽ അഡ്മിറ്റ് ചെയ്ത് 3-4 ദിവസം നമ്മൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. കാരണം അത് പെട്ടെന്ന് ഇൻഫെക്ഷനൊന്നും വരരുതല്ലോ, അതുകൊണ്ട് അങ്ങനെ ആദ്യം കൊണ്ടുപോയത്. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഈ വൈദ്യൻ്റെ ചികിത്സയെക്കുറിച്ച് അറിഞ്ഞത് ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോകുന്ന വഴിക്ക് തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് സ്ഥലത്തെത്താനായിട്ട് പറ്റും. ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പാരമ്പര്യ തീപ്പൊള്ളൽ ചികിത്സ ഷാജു പോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതാ വൈദ്യൻ്റെ വീട് കേട്ടോ. വീടിനോട് ചേർന്നിട്ട് അവിടെ ചികിത്സ ചെയ്യുന്ന സ്ഥലം സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലൊരു മനുഷ്യനാട്ടോ. വളരെ കുറഞ്ഞ ഫീസ്, വളരെ കുറഞ്ഞ ആ മരുന്നിന് മാത്രമേ ഫീസ് ഈടാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നുമില്ല. ഇതാണ് വൈദ്യൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ചികിത്സ നൽകുന്നത്. അങ്ങനെ വൈദ്യം നോക്കിയിട്ട് പറഞ്ഞു, വലിയേട്ടൻ്റെ മുറിവുകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ആ കഴുത്തിൻ്റെ പുറകിലുള്ളൊരു ചെറിയ ഇതുള്ളൂ, അത് കുഴപ്പമില്ല, സ്കൂളിൽ പോയി തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് വലിയേട്ടൻ. അപ്പോൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ സ്കൂളിൽ പോയി തുടങ്ങും. അതുകൊണ്ട് വലിയേട്ടന് ഒത്തിരി സന്തോഷമായി. ഒരുപാട് നോക്കിയിരിക്കുകയാണ് സ്കൂളിലൊന്നും പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുളിച്ചിട്ട് ഇപ്പോൾ 2-2.5 ആഴ്ച ഇപ്പോൾ വന്നതിന് ശേഷം കുളിക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി അവന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി കേട്ടോ. എല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുക, ഒരുപാട് നല്ല മെസ്സേജുകൾ അയക്കുക, സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്തു. ഒത്തിരി നന്ദി കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന്. പിന്നെ ഇന്ന് കുഞ്ഞിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ട്. മുത്തുമണി വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു. പക്ഷേ കുഞ്ഞേട്ടന് ചെറിയ പനിക്കോളും ജലദോഷമൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. മരുന്നൊക്കെ കഴിച്ച് പോയേക്കുന്നു. കുഴപ്പമില്ലയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടില്ല, വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.